ചില ഓപ്പൺ സോഴ്സ് LLM അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഓലാമ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ കമാൻഡ് കോപ്പി ചെയ്യുക. ഇതാണ് ഇൻസ്റ്റാളേഷൻ കമാൻഡ്. ഇത് ഫുള്ളായി റണ്ണാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ UI ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ മോഡലും റൺ ചെയ്ത് നോക്കാം. സോ ഈ LLM മോഡൽസ് റൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ മോഡൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾ ഓലാമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ കറക്റ്റായി ഇൻസ്റ്റാൾ ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ macOS ആണ് ഉപയോഗിക്കുന്നത്. അതിൽ ഞാൻ ഓലാമ എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുമ്പോൾ ഓലാമയുടെ UI വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ കുറേ മോഡൽസ് കാണാൻ സാധിക്കും. ഇത് ഇപ്പോൾ ഈ ക്ലൗഡിൻ്റെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളതൊക്കെ ക്ലൗഡിലാണ് വർക്കാവുന്നത്. പിന്നെ ഇതൊക്കെ ഈ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ലോക്കൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ചില മോഡൽസ് കൂടി ഉണ്ടാവും. ഇപ്പോൾ ലോക്കലിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ലോക്കലിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ലോക്കലിൽ എന്തൊക്കെ മോഡൽസ് ഉണ്ടെന്ന് നോക്കാം. ഓലാമ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ 2-3 മോഡൽസ് വരുന്നുണ്ട്, LLM മോഡൽസ്. ഇതാണ് ഞാൻ ലോക്കൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും, കാരണം നമ്മളൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം മോഡൽസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഓലാമൻ്റെ മോഡൽസിൽ പോയി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ഓരോ മോഡൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ചില മോഡൽസൊക്കെ ഭയങ്കര വലിയ മോഡൽസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 122 ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ള ചില മോഡൽസ് ഉണ്ട്. ചില മോഡൽസ് 2B 4B എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ 120 ബില്യൺ 35 ബില്യൺ അങ്ങനെയൊക്കെ പറയുന്നത് വലിയ മോഡൽസാണ്. ഇത് നമ്മുടെ ലോക്കലിൽ റൺ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ 2 ബില്യൺ മോഡൽസ് ഇതൊക്കെ സാധിക്കും. ഇത് 2 ബില്യൺ എന്ന് പറയുന്നത് 2 ബില്യൺ പാരാമീറ്റേഴ്സാണ്. ആക്ച്വലി പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിലുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ആ ന്യൂമറിക്കൽ വാല്യൂ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്രയും കപ്പാസിറ്റി ഉണ്ട്, അതായത് ഇത്രയും ഇൻ്റലിജൻസ് ഉണ്ട് എന്നാണ് നമ്മൾ കാണാൻ സാധിക്കും. അതായത് അത്രയും 2 ബില്യൺ എന്ന് പറയുമ്പോൾ ഈ 4 ബില്യനേക്കാളും കപ്പാസിറ്റി കുറവായിരിക്കും. 4 ബില്യൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. ചില മോഡൽസൊക്കെ ക്ലൗഡിൽ നിന്ന് കാണിക്കുന്നില്ല. ഈ ക്ലൗഡിൽ നിന്ന് കാണിക്കുന്നത് ആ ക്ലൗഡിൽ മാത്രം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലോക്കലിൽ ക്ലൗഡിൽ നിന്ന് കാണിക്കുന്നത് ക്ലൗഡിൽ ഉണ്ടാവും. ചില മോഡൽസ് ക്ലൗഡിൽ മാത്രം വർക്കാവുള്ളൂ, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലോക്കലിൽ. അപ്പോൾ അത് നോക്കാം. പിന്നെ ഉള്ളത് ഈ 2 ബില്യൺ മോഡൽസ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ Qwen 3.5 മോഡൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് നോക്കാം. ഇതിൽ നോക്കുമ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് സൈസ്. അപ്പോൾ ഈ സൈസ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സൈസ് 2.7 GB യൂസേജ് വരും. അതായത് നമ്മുടെ റാമൊക്കെ നോക്കണം. റാം ഒരു 8 GB റാം ആണെങ്കിൽ ഇതിൽ ഒരു 2.7 ആക്ച്വലി ഇത് 2.7 എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസാണ്, അതിൻ്റെ ഡൗൺലോഡിങ് സൈസാണ്. പിന്നെ അതിൻ്റെ റാമും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ച് നോക്കുക. എൻ്റെ സിസ്റ്റം Mac M1 ആണ്. അതുകൊണ്ട് ഇത് ഓക്കെയാണ്, ഈ 2 ബില്യൺ പാരാമീറ്ററുള്ള മോഡൽ. അപ്പോൾ ഈ 2 ബില്യൺ പാരാമീറ്ററുള്ള മോഡൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? ഓലാമ റൺ ആ മോഡൽ നെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് 3.5 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്, അതായത് 6.6 GB. ഇത് നമുക്ക് ആവശ്യമില്ല.
നമുക്ക് എനിക്ക് ഈ ആവശ്യം എൻ്റെ സിസ്റ്റത്തിന് ചേരുന്നത് ഈ 2 ബില്യൺ മോഡലിന്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഒലാമ റൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് റണ്ണാവും. നമുക്കിപ്പോൾ റൺ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പുള്ള് ചെയ്ത് ലോക്കലിൽ ഡൗൺലോഡാക്കി വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഓലാമ പുൾ എന്ന് പറഞ്ഞിട്ട് കമാൻഡ് കൊടുക്കുക. പിന്നെ ഇത് കൊടുക്കണം. ഓക്കെ, ഇത് കോപ്പി ചെയ്യാം. 3.5 2B എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് റൺ ആയിക്കോളും. സോ ഇത് ഡൗൺലോഡ് ആയിക്കുന്നുണ്ട്. അതായത് 2.7 GB ഇതിൽ കാണിക്കുന്നത് 2.7 GB. ഇതാണ് ഇതിൻ്റെ ഡൗൺലോഡിങ് സൈസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നേരത്തെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള മോഡൽസാണ് ഈ ഗെമയും മെറ്റീരിയൻ ഇതൊക്കെ. ഇതിപ്പോൾ നമ്മളിവിടെ ഒലാമ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ഓരോ മോഡൽസ് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ChatGPTയിലൊക്കെ ചൂസ് ചെയ്യുന്ന പോലെ മോഡൽ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് ജപ്പാൻ, പൗണ്ട് ഓഫ് ജപ്പാൻ നോക്കുമ്പോൾ നമ്മൾ മോഡൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ മോഡൽ. അപ്പോൾ ഇതിന് റിപ്ലൈ വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ലോക്കൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച മോഡൽ ഗെമ 3 എന്നുണ്ടല്ലോ, ഇത് വേണമെങ്കിൽ ഇതിൽ ചൂസ് ചെയ്യാം നമുക്ക്. ഗെമ 3 ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഗെമ 3 മോഡലിനോട് ചോദിച്ച് നോക്കാം. അപ്പോൾ കുറച്ച് എങ്ങനത്തെ ആൻസറാണ് വരുന്നത് നോക്കാം. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഓരോ മോഡലിൻ്റെ ക്യാപ്പബിലിറ്റി അനുസരിച്ച്, അതിൻ്റെ ഇൻ്റലിജൻസ് അനുസരിച്ച് ഇതിന് ഓരോ ഉത്തരങ്ങളാണ് വരിക. കാരണം കണ്ടില്ലേ, ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സെയിം ഏറെക്കുറെ സെയിം ആണ്. ഇത് 1 മില്യൺ കുറച്ച് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഈ മോഡൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തില്ലേ, ഇപ്പോൾ നിങ്ങൾ ചെറിയ ഓട്ടോമേഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, ചെറിയ ആപ്ലിക്കേഷൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മോഡൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ ഒരു പൈതോൺ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ വല്ല സ്ക്രിപ്റ്റ് റൺ ചെയ്യാം. പൈതോൺ ലാംഗ്വേജാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മുടെ മോഡൽ ഇതിൻ്റെ ഒലാമ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട് പൈതോണിൽ. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് requirements.txt നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിനെ ഇങ്ങനെ കാൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം.